ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും ഇന്ത്യയുടെ പങ്ക് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത നൈപുണ്യശേഷിയുള്ളവരായി മാറുകയാണെന്നും അവർ നവീന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 22,000 കോടി രൂപ ചെലവിൽ ഇലക്ട്രോണിക് കമ്പോണന്റ് നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം രാസവളങ്ങൾക്ക് 2025 ഖാരിഫ് സീസണിലേക്കുള്ള പോഷകാധിഷ്ഠിത സബ്സിഡിയും മന്ത്രിസഭ അംഗീകരിച്ചു. കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2% ക്ഷാമബത്ത അനുവദിക്കാനും ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമുദ്രങ്ങളിലൂടെയുള്ള ചരക്ക് കൈമാറ്റം സംബന്ധിച്ച ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ലഹരി വിരുദ്ധ ക്യാമ്പയിനിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ ഉപയോഗിക്കാനാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRLുമായുള്ള പണമിടപാടിൽ വിജിലൻസ് അന്വേഷണം നിഷേധിച്ചതിനെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ ഹൈക്കോടതി തള്ളി. ആരോപണത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. ജനങ്ങൾക്കും ട്രഷറി പ്രവർത്തനത്തിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 26-ാം തീയതി വരെ നൽകിയ ബില്ലുകൾ യഥാസമയം മാറുമെന്നും മന്ത്രി കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിനോടുള്ള കേന്ദ്രത്തിന്റെ വിവേചനം കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മ്യാൻമാറിൽ കനത്ത നാശനഷ്ടം വിതച്ച വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7ഉം 6.4ഉം തീവ്രത രേഖപ്പെടുത്തിയ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ ഒട്ടേറെ കെട്ടിടങ്ങളും റോഡുകളും തകർന്നു. നിരവധി പേർ മരിച്ചതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ. 100ഓളം പേരെ കാണാനില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കഴക്കൂട്ടം സൈനിക സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിലെത്തിയ ഗവർണറെ പ്രിൻസിപ്പൽ കേണൽ ധീരേന്ദ്രകുമാർ സ്വീകരിച്ചു. സ്കൂൾ കേഡറ്റുകൾ ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കൃത്യസമയത്ത് നൽകുന്ന തത്സമയ വിവര ശേഖരണ സംവിധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി 1 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രളയ സാധ്യത കൂടിയ 8 ജില്ലകളിലെ 11 സ്ഥലങ്ങളിലാകും സംവിധാനം ഒരുക്കുക. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനങ്ങൾക്കുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ സോഫ്റ്റ്വെയർ മന്ത്രി VN വാസവൻ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ 400 ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനുള്ള നടപടികൾക്ക് പുതിയ സോഫ്റ്റ്വെയർ വഴി ഇന്നുതന്നെ തുടക്കം കുറിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക അടുത്ത മാസം 20-നകം തയ്യാറാക്കണമെന്ന് മന്ത്രി OR കേളു. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പട്ടയ അസംബ്ലിയിലാണ് തീരുമാനം. സംസ്ഥാനത്തെ തയ്യൽ തൊഴിലാളികൾക്ക് വേണ്ടി മാതൃകാപരമായ ക്ഷേമ പ്രവർത്തനമാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടത്തുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. തയ്യൽ തൊഴിലാളി ആനുകൂല്യ വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മികച്ച വാണിജ്യ വ്യവസായങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ എക്സലൻസ് അവാർഡ് വിതരണം നാളെ രാവിലെ തിരുവനന്തപുരത്ത് മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും. സംസ്ഥാനത്ത് നാളെ നടക്കുന്ന 1-ാം വർഷ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് പരീക്ഷയുടെ സമയക്രമം പുനഃക്രമീകരിച്ചു. രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് സമയം പുനർനിശ്ചയിച്ചിരിക്കുന്നത്. ATMിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള ചാർജിൽ 2 രൂപ വർധന വരുത്താൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് അനുമതി നൽകി. പ്രതിമാസം നടത്തുന്ന 5 സൗജന്യ ഇടപാടുകൾക്ക് പുറമേ ഉള്ളതിനാണ് ചാർജ് വർധന ബാധകമാകുന്നത്. മെയ് 1-ന് ഇത് പ്രാബല്യത്തിൽ വരും. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ബംഗ്ലാവിൽ വൻതോതിൽ പണം കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. നിലവിൽ കേസിൽ കോടതിയുടെ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു. കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കോസ്റ്റൽ സൈക്ലത്തോൺ നാളെ വൈകിട്ട് കൊച്ചിയിലെത്തും. തീരദേശ സുരക്ഷയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കളിൽ നിന്നും ജനുവരി മുതൽ ഈടാക്കിക്കൊണ്ടിരുന്ന 19 പൈസ ഇന്ധന സർചാർജ് അടുത്ത മാസം മുതൽ 7 പൈസയായി കുറയും. ഏപ്രിൽ മുതൽ വൈദ്യുതി ചാർജിൽ യൂണിറ്റിന് ശരാശരി 12 പൈസയുടെ വർധനവ് ഉണ്ടാകാതിരിക്കാൻ ഇതുമൂലം സാധിക്കുമെന്ന് KSEB അറിയിച്ചു. കേരളത്തിലുടനീളം കൂടുതൽ സ്കൂളുകളിലേക്ക് നീന്തൽ പരിശീലനം വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും യൂണിസെഫിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വിം സേഫ് പദ്ധതിയുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.